ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്റെ ചാനല് ഏകദേശം ഒരു 19,000 സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ ആയിട്ടുണ്ട്. ഞാൻ ഒരു മാസം മുന്നേ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാമെന്ന് പറഞ്ഞ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആകെ 22 പേര് മാത്രമേ ചോദിച്ചുള്ളൂ. എന്തോ എല്ലാവർക്കും ഇഷ്ടമില്ല തോന്നുന്നുണ്ട്. ആകെ 22 പേര് ചോദിച്ചുള്ളൂ. പക്ഷെ കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഓർത്തു ഇന്നത്തെ വീഡിയോ നമുക്ക് ആ 22 ചോദ്യങ്ങൾക്കുള്ള ആൻസേഴ്സ് പറയാന്ന് ഓർത്തുണ്ട്. സോ ഇന്നത്തെ വീഡിയോ Q&A ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്, കാരണം അത്ര വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് അബൌട്ട് യു, അതായത് അബൌട്ട് മീ ആണ്. എന്റെ പേര് നിമ എന്നാണ്. ഞാൻ കൊച്ചി തൊപ്പുംപടി സ്വദേശിനിയാണ് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മോട്ടിവേഷൻ ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ. അതിപ്പോ കുറെ പേര് ഇൻസ്പിറേഷൻ ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ എല്ലാം ചോദിച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു മോട്ടിവേഷൻ ഇല്ല, കാരണം എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇൻസ്പയർഡ് ആയിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ എന്നിൽ തന്നെ ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റും, എനിക്ക് ഇതുപോലെ വീഡിയോസ് ചെയ്യാൻ പറ്റും, എനിക്ക് അതിനുള്ളൊരു കാലിബർ ഉണ്ട്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും, കണ്ടന്റ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡന്റ് ആണ്. ആ ഒരു കോൺഫിഡന്റ് കൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് മോട്ടിവേഷൻ ഒന്നുമില്ല. ഞാൻ തനിയെ മോട്ടീവായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു യൂട്യൂബ് ചാനലാണ് കേട്ടോ. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് അബൌട്ട് യുവർ യൂട്യൂബ് ജേർണി ആണ്. യൂട്യൂബ് ജേർണി വളരെ വളരെ കഷ്ടപ്പാടാണ്. കാരണം നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു സംഭവമല്ല ഈ യൂട്യൂബിൽ വെറുതെ വീഡിയോസ് ഇടുക, എഡിറ്റ് ചെയ്യുക. അതൊക്കെ നമ്മുടെ ടൈം വേസ്റ്റ് ആണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. നമ്മൾ അതിനനുസരിച്ചുള്ള കോണ്ടന്റ്സ് കൊണ്ടുവരിക, നമ്മൾ അതിനനുസരിച്ചുള്ള തമ്പനൈൽസ് സെറ്റ് ചെയ്യുക, എഡിറ്റ് ചെയ്തിടുക. സോ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. യൂട്യൂബ് ജേർണി ഇവിടെ വരെ ഉള്ളത് കുറച്ച് കഷ്ടപ്പാടാണ്, കല്ലും മുള്ളും ഏറിയൊരു കഷ്ടപ്പാടാണ്. ബട്ട് ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. കണ്ടന്റ്സ് ചെയ്യുക എല്ലാം ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ്. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഡേ ടു സ്പെൻഡ് വീക്കെൻഡ്? ഞങ്ങളുടെ ഋതു ആണ് ചോദിച്ചിട്ടുള്ളത്. എനിക്ക് വീക്കെൻഡിൽ ഫുഡിന് കഴിക്കാൻ വേണ്ടി പുറത്ത് പോകുന്നതാണ് ഇഷ്ടം കേട്ടോ. എനിക്ക് അങ്ങനെ വീട്ടിലിരിക്കുന്നതിനോട് താല്പര്യമില്ല. എനിക്കിങ്ങനെ പുറത്തൊക്കെ എപ്പോഴും കറങ്ങി നടക്കാനാണ് ഇഷ്ടം. ഏജ് ചോദിക്കുന്നുണ്ട്. ഏജ് ഞാനിപ്പോ 25. ഏജ് ഒന്നും പറയാൻ പാടില്ല, സാരമില്ല, നിങ്ങളോടല്ലേ. ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഇൻ ലൈഫ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹാപ്പിയസ്റ്റ് മൊമെന്റ് പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ലൈഫിൽ ഹാപ്പി ആയിട്ടുള്ള ടൈംസ് വളരെ കുറവാണ്. ചാനൽ മോണിറ്റൈസേഷൻ ആയതാണ് എന്റെ ഹാപ്പിയസ്റ്റ് മൊമെന്റ്. അല്ലാണ്ട് കുഞ്ഞു കുഞ്ഞു ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഹാപ്പിനെസിനെക്കാട്ടും കൂടുതൽ സാഡ് ആണ് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. സോ ഹാപ്പിയസ്റ്റ് മൊമെന്റ് പറയാനാണെങ്കിൽ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഏതൊക്കെയോ ലക്ഷ്യത്തിലോട്ട് എത്തുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സോ അതാണ് എന്റെ ഹാപ്പിയസ്റ്റ് മൊമെന്റ്. സാഡസ്റ്റ് മൊമെന്റ് ചോദിക്കുന്നുണ്ട്. സാഡസ്റ്റ് മൊമെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ എന്റെ അച്ഛൻ മരിച്ച ദിവസമാണ് ഞാൻ സാഡ് ആയിട്ടുള്ളത്. അതായത് ജൂലൈ 13 ആണ് അച്ഛൻ മരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര, എന്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഡേ ആണ്. അതെനിക്ക് ഭയങ്കര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇപ്പോഴും ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് എന്റെ അച്ഛൻ ഇവിടെ ഇല്ല, ദൂരെ പണിക്ക് പോയേക്കാണ്. എപ്പോഴെങ്കിലും അച്ഛൻ വരും, അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ആ ഒരു ഫേസോ അല്ലെങ്കിൽ അച്ഛൻ കിടപ്പിലായിട്ടാണ് കേട്ടോ മരിച്ചത്. അപ്പൊ അച്ഛന്റെ ആ ഒരു ഫേസ് എനിക്ക് അതൊന്നും ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നല്ല, എന്റെ അച്ഛൻ ഭയങ്കര ആർട്ടിസ്റ്റ് ആണ് കേട്ടോ. ഞാൻ അച്ഛന്റെ ഫോട്ടോ സൈഡിൽ കൊടുക്കാം. എന്റെ അച്ഛനെ കാണാൻ ശരിക്കും ഒരു രജനികാന്തിന്റെ ലുക്കാണ്. എല്ലാവരും പറയും. എനിക്ക് അച്ഛന്റെ ഒരു കഴിവ് തന്നെയാണ് എനിക്കും ഈ ഒരു ഫീൽഡിലോട്ട് വരാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത്. കാരണം അച്ഛന്റെ ആ ഒരു ഫേസും, അച്ഛൻ നല്ലോണം മിമിക്രി ഒക്കെ ചെയ്യും കേട്ടോ. നല്ല രീതിയിൽ മിമിക്രി ചെയ്യും. അപ്പോ അച്ഛൻ പെട്ടെന്നാണ് അച്ഛന് ഒരു ഇത് സംഭവിക്കുകയും അച്ഛൻ കുറച്ചധികം വർഷങ്ങളായിട്ട് ഒരു 5 years ആയിട്ട് അച്ഛൻ കോമയിലാവുകയും അച്ഛന്റെ ഫേസ് തന്നെ അച്ഛന്റെ മാറിപ്പോയി. ഞാനിവിടെ സൈഡിലെ ഫോട്ടോ കൊടുത്തേക്കാം. നിങ്ങൾക്ക് മനസ്സിലാവില്ല ആദ്യം കണ്ട ആളാണോ സെക്കൻഡ് കണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതെനിക്ക് ഭയങ്കര സങ്കടമാണ്. എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം നമ്മളെ ഫാമിലിക്ക് വേണ്ടിയിട്ടല്ലേ. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ. എനിക്കെപ്പോഴും പാരന്റ്സ് അടുത്തിരിക്കണം. ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവും. എന്നാലും ഞാൻ പറയാം, എനിക്ക് എപ്പോഴും എന്റെ പാരന്റ്സ് അടുത്ത് വേണം, അച്ഛൻ വേണം, അപ്പ വേണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പൊ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ എല്ലാ യൂട്യൂബ് ചാനലും ആദ്യം തന്നെ ആള് വന്നേനെ. എന്റെ എല്ലാത്തിനും ആളെന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പടത്തിനാണെങ്കിലും ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങാനാണെങ്കിലും എല്ലാത്തിനും ആള് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് അച്ഛന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണൽ ആവട്ടോ. അപ്പൊ ഇതാണ് കാര്യം. എനിക്ക് ഞാൻ ഇപ്പോഴും വിചാരിച്ചേക്കണം അച്ഛൻ എവിടെയോ പണിക്ക് പോയിട്ട് ഒരു ദിവസം വരും. എനിക്ക് ചില്ലി ചിക്കൻ ആണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷ്. അപ്പൊ അച്ഛൻ അതായിട്ട് വരും. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ ആയിട്ട് അച്ഛൻ വരും. അങ്ങനെ ഞാൻ വിശ്വസിച്ചിരിക്കാറുണ്ട് ചില സമയം. നമ്മളിങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ അച്ഛന്മാരുണ്ടെങ്കിൽ കാണുമ്പോ, മക്കളെ ലാളിക്കുന്ന വീഡിയോ ഒക്കെ കാണുമ്പോ പെട്ടെന്ന് ഇമോഷണൽ ആവും.
ഞാൻ ഇമോഷണലി ഭയങ്കര വീക്ക് ആയിട്ടുള്ള ഒരാളാണ് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ. അച്ഛൻ 2-3 പടത്തിലൊക്കെ മുഖം കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ റീൽസ് ഒക്കെ മാറ്റുമ്പോ ചിലപ്പോ അച്ഛന്റെ ഫേസ് വരുമ്പോ ഞാൻ കുറച്ചു നേരം അവിടെ സ്റ്റക്ക് ആവും. സോ സാഡസ്റ്റ് പാർട്ടാണ് ഞാൻ പറഞ്ഞത്. അടുത്തൊരു ഡിസ്ട്രിക്റ്റ് ആണ് ചോദിക്കുന്നത്. ഡിസ്ട്രിക്റ്റ് നമ്മുടെ എറണാകുളം. ഞാൻ പറഞ്ഞു എറണാകുളം കൊച്ചി തോപ്പുംപടിയിലാണ് എന്റെ വീട്. ഡു യു ഹാവ് സിബ്ലിങ്സ്? യെസ്, എനിക്ക് ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്, 2 പേരുണ്ട്. ഞാൻ ഏറ്റവും ഇളയതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അച്ഛനും അമ്മയും എന്നെ പുന്നാരിപ്പിച്ചിട്ടാണ് വളർത്തുന്നത്. എനിക്ക് ഒരു കുറവ് തരാണ്ടാണ് എന്നെ വളർത്തിയിട്ടുള്ളത്. അത്രയും സ്നേഹം തന്നെ വളർത്തിയൊരു കുട്ടിയാണ് ഞാൻ. ഓക്കെ. സ്ട്രെങ്ത് ചോദിക്കുന്നുണ്ട്. സ്ട്രെങ്ത് ഓഫ് കോഴ്സ് എന്റെ പാരന്റ്സ് ആണ്. ഫേവറേറ്റ് ഫുഡ് ചോദിക്കുന്നുണ്ട്. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആണ് എന്റെ ഫേവറേറ്റ് ഫുഡ്. ആൻഡ് ഫേവറേറ്റ് കളർ ചോദിക്കുന്നുണ്ട്. ഫേവറേറ്റ് കളർ എന്ന് പറയുമ്പോൾ എനിക്ക് ബ്ലാക്ക് ഇഷ്ടമാണ്, ഓൾവേസ് ബ്ലാക്ക്. പിന്നെ ബ്ലൂ ഇഷ്ടമാണ്, റെഡ് ഇഷ്ടമാണ്, എല്ലാ കളറും ഇഷ്ടമാണ്. പക്ഷെ ബ്ലാക്ക് ആണ് കൂടുതൽ ഇഷ്ടം. വാട്ട് തിങ്സ് ഷുഡ് മോട്ടിവേറ്റ് ടു സ്റ്റാർട്ട്? അത് ഓൾറെഡി പറഞ്ഞു അല്ലേ. യൂട്യൂബ് ഇൻകം ആണ് ചോദിച്ചിട്ടുള്ളത്. യൂട്യൂബ് ഇൻകം എനിക്കിപ്പോ ഒരു അറൌണ്ട് ഒരു 5,000 ഒക്കെ ആയിട്ടുണ്ടാവും. പ്ലേസ് സ്റ്റഡീസ് തോപ്പുംപടിയാണ് വീട്. ഞാൻ പഠിച്ചതൊക്കെ സെയിന്റ് തോമസ് പള്ളുരുത്തി, അതായത് തോപ്പുംപടി തന്നെ. +2 പഠിച്ചത് ഫോർട്ട് കൊച്ചിയിലാണ്. 10th വരെ പഠിച്ചത് സെയിന്റ് സെബാസ്റ്റ്യൻസ് പള്ളുരുത്തിയിലാണ്. ഓക്കെ, കൊച്ചുവള്ളിയിലാണ് പഠിച്ചത്. പിന്നെ അതിനുശേഷം ഞാൻ ടീച്ചർ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ടെക്നോ ഭാരതി എന്ന് കൊണ്ട് തമ്മനത്തായിരുന്നു. ഇതൊക്കെ തന്നെയാണ് പഠിച്ചത് കേട്ടോ. ഫാമിലിനെ പറ്റി പറയാമോ? ഓക്കെ, പറയാലോ. എന്റെ വീട്ടിലിപ്പോ ഞാൻ, അമ്മ, ചേച്ചി, ചേട്ടനാണ്. ചേട്ടൻ പെപ്സിയുടെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഇല്ല ആള്, ആഴ്ചയിൽ വരുള്ളൂ പാവം. ഇവിടെ ഇല്ല. വീക്കെൻഡ്സിൽ ജസ്റ്റ് വന്ന് മോൻ കാണിച്ചിട്ട് പോകും, അത്രേ ഉള്ളൂ. ചേട്ടനൊക്കെ ഞാൻ ഇടയ്ക്ക് കാണിച്ചു തരാം കേട്ടോ, വീഡിയോസിലൊക്കെ. ഫാമിലിയൊക്കെ ആയിട്ട് എന്തെങ്കിലും ഇത് വന്നാലും കാണിച്ചു തരാം. ചേച്ചിയുണ്ട്. ചേച്ചി ഇപ്പൊ വർക്കിന് പോയേക്കാണ്. ചേച്ചി ആക്സിസ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ചേച്ചിയുടെ പേര് നിവ്യ എന്നാണ്. ചേട്ടന്റെ പേര് പവിൻ എന്നാണ്. എന്റെ പേര് നിമ എന്നാണ്. പിന്നെ അമ്മ, അച്ഛൻ, ചേച്ചി, സോറി, അമ്മ, അച്ഛൻ എപ്പോഴും പറയും, അച്ഛൻ ഇരിക്കട്ടെ. അമ്മ, ചേച്ചി, ചേട്ടൻ. ഓക്കെ. ഹെയറിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഏതാ? ഞാൻ ഹെയറിൽ ഒരു ട്രീറ്റ്മെന്റും ചെയ്തിട്ടില്ല. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കളറിങ് ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് തന്നെ നാച്ചുറൽ ഹെയർ ആണ്. എനിക്ക് ഈ ഹെയർ ഇഷ്ടമല്ല. എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ആണല്ലോ. എനിക്ക് കേൾസ് ആണ് ഇഷ്ടം. അത് പിന്നെ അങ്ങനെയാണ്. സ്ട്രെയിറ്റ് ഉള്ളവർക്ക് കേൾസും, കേൾസ് ഉള്ളവർക്ക് സ്ട്രെയിറ്റും ആയിരിക്കും ഇഷ്ടം. ഹെയറിൽ വേറെ കെരാറ്റിൻ, ബോട്ടോക്സ്, സ്മൂത്തനിങ് ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഇത് നാച്ചുറൽ ഹെയർ ആണ് കേട്ടോ. ഹായ് ചേച്ചി, വർക്ക് ചെയ്യാണോ അതോ സ്റ്റഡിയിങ് ആണോ? സ്റ്റഡിയിങ്ങിനെ പറ്റി ഞാൻ പറഞ്ഞു. വർക്കിംഗ് ആണോ ചോദിച്ചാല് ഇപ്പൊ ഞാൻ വീട്ടിലാണ്. ഞാൻ ഈ ആഡും അഡ്വർടൈസിംഗ് ഒക്കെയാണ് ചെയ്യുന്നത്. മോഡലിംഗ്, ആങ്കറിങ്, എല്ലാ പരിപാടിയും ഉണ്ട്. പ്ലസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പോ വർക്ക് വരുന്ന അനുസരിച്ച്, എനിക്കിപ്പോ കഴിഞ്ഞ ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു, ജ്വല്ലറിയുടെ ഷൂട്ടായിരുന്നു. അതുപോലെ ഇപ്പൊ വർക്കിലെ റെസ്റ്റ് ആണ്. മൺഡേ ട്യൂസ്ഡേ ഒക്കെ വർക്ക് ഉണ്ട്. അപ്പൊ അതുപോലെ അതാണ് വർക്ക്. പിന്നെ എന്റെ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ. എന്റെ നെയിം Q&A പറയുമോ വാവാച്ചി പ്ലീസ്? ഹായ് വാവാച്ചി. വാവാച്ചിനോട് സോറി പറയുന്നത് കാരണം വാവാച്ചി എപ്പോഴും നെയിം മീറ്റിംഗ് ചലഞ്ച് ചെയ്യുമോ ആവണി ചേച്ചി പ്ലീസ് പ്ലീസ് എന്ന് പറയുന്നുണ്ട്. തിരക്കായതുകൊണ്ടാണ്, കുറച്ച് ബിസി ആയതുകൊണ്ടാണ്. എന്തായാലും ഞാൻ ചെയ്യാം. വാവാച്ചിക്ക് ഒരു ഹായ് തരാണ്. കമ്മിറ്റഡ് ആണോ? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണല്ലോ. ഞാൻ കമ്മിറ്റഡ് ആണെന്ന് എല്ലാവർക്കും അപ്പൊ അറിയണം. ആണോ അല്ലയോ എന്ന് അറിയണം. സോ റിലേഷനെ കുറിച്ചൊന്നും ഞാൻ അങ്ങനെ ആരോടും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് നമ്മൾ പറയുമല്ലോ കി പ്രൈവറ്റ് ആൻഡിൽ ഇറ്റ്സ് പെർമനന്റ്. അപ്പൊ എനിക്കത് പ്രൈവറ്റ് ആയിട്ട് വെക്കാനാണ് ഇഷ്ടം. എന്തെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പറയില്ല. ഓക്കെ. എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയണ പോലെ. എല്ലാത്തിനും ഒരു സമയമുണ്ട്. അപ്പൊ നമുക്ക് പറയാം. വീട് എവിടെയാ? തൊപ്പുംപടി പറഞ്ഞു. വാട്ട്സ് യുവർ ഫേവറേറ്റ് കളർ? അതിൽ ഞാൻ പറഞ്ഞു ബ്ലാക്ക് ആണ്. ക്യാൻ യു സേ മൈ നെയിം? Q&A. ഓക്കെ. അത് ഋതു ആണ് ചോദിച്ചിട്ടുള്ളത്. ഋതുസ് വേൾഡ് എന്നായിരുന്നു അവളുടെ പേര്. മാറ്റിയോ? ഇല്ല, അത് തന്നെയാണ് ഋതുസ് വേൾഡ്. എന്റെ കസിൻ ആണ്, എന്റെ കൂടപ്പിറപ്പാണ്. എനിക്ക് എപ്പോഴും കമന്റ് ചെയ്യും കേട്ടോ. ഋതു എന്ന് പറയുന്ന ഡാൻസർ ആണ്. നല്ല ഡാൻസിങ് വീഡിയോസ് ഒക്കെ ഇടാറുണ്ട്. അപ്പൊ ഋതുക്കുട്ടി ഹായ്. ഹായ്, സുഖാണോ? വീട്ടിലെല്ലാവർക്കും സുഖാണോ? ചേച്ചി ഹൂസ് യുവർ റോൾ മോഡൽ? അതും ഞങ്ങളുടെ ഋതു തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. റോൾ മോഡല് എനിക്ക് എന്റെ അമ്മയെ പറയാം. കാരണം എന്റെ അമ്മ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യണം, നമ്മൾ ആരുടെ അടുത്തും കൈനീട്ടി പോകരുത്, നമുക്കുള്ള നമ്മൾ സമ്പാദിക്കുന്നത് അമ്മ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. സോ എന്റെ റോൾ മോഡൽ അമ്മ തന്നെയാണ്. ഞാൻ ആ ഒരു വേയിൽ കൂടി തന്നെയാണ് പോകുന്നത്. ഒരാളോട് കൈ നീട്ടാണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുക, അതാണ്. ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കുക. അപ്പൊ അത് ഞാൻ അമ്മയുടെ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. സോ എന്റെ റോൾ മോഡൽ എന്തായാലും അമ്മയാണ്.
ഓക്കെ ഗൈസ്, ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം തീർന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി നമുക്ക് വായിക്കാം. നമ്മൾ ലൈഫ് ലൈനെ കുറിച്ച് എന്താണ് അഭിപ്രായം? 1 by 1 ആയി പറ. അസ്ന, രേഷ്മ, അമ്മു, മീ. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിച്ചിരിക്കുന്നത് നിപ്പു ആണ്. നിപ്പു എന്ന് പറയുന്നത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അപ്പോ ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ, ലൈഫ് ലൈൻ എന്നാണ് നമ്മൾ ഗ്രൂപ്പിന് ഇട്ടേക്കുന്ന ഒരു പേര്. നമ്മളത് ഇടാൻ കാരണം ഞങ്ങൾ തമ്മിൽ ഭയങ്കര ബോണ്ടാണ്. എനിക്ക് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ബോണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോഴേക്കുള്ള ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ കല്യാണം കഴിയുമ്പോൾ രണ്ടാമതും പ്രസവിച്ചു. ലൈക്ക് അങ്ങനെയാണ്, കല്യാണം കഴിഞ്ഞാൽ അങ്ങനെ ഫാമിലി പോയ ആൾക്കാരാണ്. പ്ലസ് ടുവിലും എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഇല്ല. എനിക്കൊരു കൂട്ടുകാരത്തി ഉണ്ടായാലും ആളോ എന്തില്ലെങ്കിൽ ഞാൻ ക്ലാസ്സിൽ വരൂല. അങ്ങനെയായിരുന്നു പ്ലസ് ടു സമയത്തൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ ഡിഗ്രി പഠിക്കുമ്പോൾ എനിക്കൊരു കൂട്ടുകാരത്തിന് കിട്ടി, ചാരു. അപ്പൊ ചാരു എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, കോളേജ് മുതലേ ഉള്ള ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ. ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്നാല് ചാരുവിന്റെ കല്യാണം കഴിഞ്ഞു. ചാരുവിന്റെ ഹസ്ബൻഡിന്റെ പെങ്ങളാണ് ഇപ്പൊ കമന്റ് ചെയ്തേക്കുന്നത്. കാരണം ചാരുവിന്റെ കല്യാണത്തിനൊക്കെ പോയി, പിന്നെ കെട്ടിച്ചു വിട്ട വീട്ടില് ഞാൻ എപ്പോഴും പോവും. സാധാരണ അങ്ങനെ ആരും പോകുന്നില്ലല്ലോ ഫ്രണ്ട്സിനെ കെട്ടിച്ച വീട്ടില്. ഞാൻ എപ്പോഴും അവിടെ 24 മണിക്കൂർ അവിടെയാ. അപ്പൊ നമുക്കൊരു കണക്ഷൻ കിട്ടി. പിന്നെ ഇവരൊക്കെ എന്ന് പറഞ്ഞാല് നമുക്ക് നല്ലതൊക്കെ പറഞ്ഞിരുന്ന ഫ്രണ്ട്സ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ എന്റെ സ്കൂൾ കാലഘട്ടത്താണെങ്കിലും എന്റെ പ്ലസ് ടു കാലഘട്ടത്താണെങ്കിലും, അല്ലെങ്കിൽ നോർമലി ഇപ്പൊ നമ്മൾ ഷൂട്ടിന് പോകുമ്പോഴുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും നമ്മളിരുന്ന് എന്തെങ്കിലും കുറ്റം പറയാനോ അല്ലെങ്കിൽ നമ്മളെ പരിഹസിക്കാനോ നമ്മളൊക്കെ ചിരിച്ചിരുന്നിട്ട് മാറിയെന്ന് പറയാനോ അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നമ്മുടെ ഗ്രോത്ത് ആഗ്രഹിക്കാത്ത ആളുകളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതേസമയം ഇവരങ്ങനെയല്ല. ഞാൻ ഓരോ വീഡിയോസ് ഇട്ടല്ലോ, എനിക്കൊരു നിപ്പുവിന്റെ കമന്റ് ഒക്കെ ഡെയിലി ഉണ്ടാവും. ഞാൻ ഓരോ വീഡിയോസ് ചെയ്താലും അല്ലെങ്കിൽ എനിക്ക് ഫ്രണ്ട്സ് എന്താണെന്ന് അറിയാൻ പറ്റിയത്, അതായത് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ അറിയാൻ പറ്റിയത് ഇവരിലൂടെയാണ്. അതായത് നിപ്പു ആണ് കൂട്ടത്തിലെ കൊമേഡിയൻ. പിന്നെ അമ്മുവിന്റെ ലിപ്സ്റ്റിക് ഒക്കെ ഇസ്ക്കുന്ന ആളാണ് അമ്മു. ലിപ്സ്റ്റിക് ഒക്കെ എടുത്ത് എപ്പോഴും തേക്കോട്ടോ, അതാണ് അമ്മു. പിന്നെ രേഷ്മ, അയ്യോ രേഷ്മയുടെ കാര്യം പറയണ്ട. പിന്നെ ചാരുവാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. എനിക്ക് ഉറപ്പാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്താലും ഇവരെന്നെ ഒന്നും പറയില്ല. കാരണം പോട്ടേന്നേ പറയുള്ളൂ എന്നോട്. കാരണം അതുപോലത്തെ നമുക്ക് ചങ്കീന്ന് പറിച്ചു കളയാൻ പറ്റുന്ന കൂടപ്പറപ്പുകളില്ലേ. എനിക്ക് സത്യം പറഞ്ഞ സങ്കടം വരും. കാരണം എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഇല്ല. എനിക്ക് ആകെ ഉള്ളത് ഒരു ഫ്രണ്ടാണ്. അവളുടെ റിലേറ്റീവ്സ് ആണ്, അവളുടെ ഹസ്ബൻഡിന്റെ റിലേറ്റീവ്സ് ആണ് ഇവരൊക്കെ. എന്നിട്ട് ആ ഒരു കണക്ഷൻ കിട്ടിയോന്ന് ആലോചിച്ച് നോക്കുക. അവളുടെ ഹസ്ബൻഡിന്റെ പെങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞ കൂട്ടത്തിൽ ഒരാള്. ബാക്കിയുള്ളവരൊക്കെ കസിൻസ് ആണ്. അപ്പൊ ആ ഒരു കണക്ഷൻ എനിക്ക് കിട്ടി. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ഒരു ഗ്യാങ്ങിനെ. ഇപ്പൊ ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും പറയാനില്ല. ബിക്കോസ് നിങ്ങൾ എല്ലാവരും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇത് ഞാൻ യൂട്യൂബില് ഇങ്ങനെ ക്യാമറ ഓണാക്കി പറയുന്നതല്ല, ഞാൻ ഉൾമനസ്സിൽ തട്ടി പറയാണ്. എനിക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വേറെ എവിടെയും, നിപ്പും രേഷ്മയും അമ്മും ചാരും, എനിക്ക് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടേയില്ല. ഞാൻ അത്രയും പ്രഷ്യസ് ആയിട്ട് കൊണ്ടുനടക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അപ്പൊ നമ്മുടെ ഏകദേശം ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. കണ്ടില്ലേ, പെട്ടെന്ന് തീർന്നല്ലേ. എല്ലാവരും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് വളരെ കുറവ് ക്വസ്റ്റ്യൻസ് മാത്രം ചോദിച്ചുള്ളൂ. കുഴപ്പമില്ല, നമുക്ക് ഇനി ഒരു 100K ആകുമ്പോൾ അടുത്ത Q&A ചെയ്യാനായിരിക്കും നല്ലത്. ഓക്കെ, അപ്പൊ ഗൈസ് ഇന്നത്തെ Q&A വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതിന് നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കുറച്ചെങ്കിലും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് എന്തായാലും വരും. അപ്പൊ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.